ദിയ, യെസ് സർ. താനിത് എവിടെ നോക്കിയിരിക്കുക? പഠിക്കാൻ തന്നെയാണോ ക്ലാസ്സിലോട്ട് വരുന്നത്? ദിസ് ഈസ് യുവർ ലാസ്റ്റ് വാർണിംഗ്. സിറ്റ് ഡൗൺ. എന്ത് വേണം? പൊടി പട്ടി. അമ്മേ, എന്തുവാടോ ഇനി അവിടെ? ബോത്ത് ഓഫ് യു ഗെറ്റ് ഔട്ട്. പൂർത്തിയായി. എന്തായാലും ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വാ, ക്യാൻറ്റീനിൽ പോവാം. അങ്ങനെ അവ രക്ഷപ്പെട്ട്. നമ്മളിനി എന്ത് ചെയ്യും വളിയ? ഇപ്പം സെറ്റാക്കാം സാർ. വാട്ട്, ഡൗട്ടാണോ? ക്യാൻ ഐ കം ടു വാഷ്റൂം? എന്തോന്ന്? നശിപ്പിച്ച് വാഷ്റൂമിൽ പോയിക്കോട്ടെ എന്ന്. അതായിരുന്നു. ആ, പോയിക്കോ. താങ്ക് യു സാർ. അവന്മാർ ക്യാൻറ്റീനിൽ കാണും, നമുക്ക് അങ്ങോട്ട് പോവാം. എടേ, അത് അവരല്ലേ? അതേലോ. ഹലോ ഗൈസ്, നിങ്ങളെയും ഗെറ്റ് ഔട്ട് അടിച്ചാ? അല്ല, ഞങ്ങൾ ചാടി. ഹലോ, നിങ്ങളെന്താ ഇവിടെ? ഇവിടെ എന്തിനാ ചേട്ടാ എല്ലാവരും വരുന്നത്? അല്ല, നിങ്ങൾക്കിപ്പോ ക്ലാസ് ഇല്ലേ? ഉണ്ട് ചേട്ടാ, ഞങ്ങൾ ചാടിയതാ. ഓ, ആരുടെ പീരീഡ് ആയിരുന്നു? ജസ്റ്റിൻ സാറ്. ഓ, അത് മറ്റേ പുതിയ സാറല്ലേ? പുള്ളിക്കാരൻ്റെ സ്വഭാവം കണ്ട ക്ലാസ്സിൽ നിന്ന് ചാടിയാൽ മതിയെന്ന. പുള്ളിനെ കണ്ടൊരു പാവം പോലെ ഉണ്ടല്ലോ. പുള്ളിയോ? പാവോ? പുള്ളിനെ കണ്ടിട്ട് പാവം പോലെ ഞങ്ങൾക്കൊക്കെ തോന്നി. അതെന്തേലും ആടെ. നിങ്ങൾ എന്തേലും കഴിച്ചായിരുന്നോ? ആ ചേട്ടാ. അത് സാരില്ല, ഇന്ന് ഞങ്ങളുടെ ട്രീറ്റ്. ഇവനിത് എന്ത് ഭാവിച്ചോ? എടാ, ഇവർ ഫുഡ് കിട്ടാത്തടത്തോന്നല്ലേ വന്നതാണ്. അല്ല, നിങ്ങൾ കഴിക്കുന്നില്ലേ? ഹേ, നിങ്ങൾ കഴിച്ചോ? ഓക്കെ. വെയിറ്റ്, ഇതെന്താ ഇവിടെ കഴിച്ച എല്ലാവരുടെയും കൂടെ ഉള്ള ബില്ലാണ്? ചേട്ടാ, ഇത് ഞങ്ങളുടെ ബില്ല്. ഇത്രയോ? ഞങ്ങൾ ബില്ല് കൊടുക്കാം. അത് സാരമില്ല, ഞങ്ങൾ കൊടുക്കാം. കൊടുത്തോ. എടാ സോറി, എൻ്റെ കയ്യിൽ 10 പൈസയില്ല. പെട്ട് സ്വന്തമായിട്ട് വരുത്തി വെച്ച് ആദ്യം വൈകാതെ അവളെ വളയ്ക്കുന്നതിന് മുന്നേ തന്നെ നീ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും. ചേട്ടൻ സിംഗിളാണോ? ഞാൻ സിംഗിളാണ് ആൻഡ് റെഡി ടു മിംഗിളാണ്. ഞാൻ വിചാരിച്ച ചേട്ടൻ കമ്മിറ്റഡ് ആയിരിക്കുമെന്ന്. ഇത്രയും ഹാൻസം ആയിട്ടുള്ള നല്ല സ്വഭാവമുള്ള ആൾ സിംഗിളാണെന്ന് എങ്ങനെയാ വിശ്വസിക്കുക? ഇതാ സീനിയേഴ്സ് അല്ലേ, ഇവർ അവരായിട്ട് കമ്പനിയാണോ? എന്ത് ആരാടോ തന്നെ എന്നാ? അല്ല, സുഖാണോ? എന്തോന്ന്? അല്ല, സുഖാണോന്ന്. അതിപ്പോ അറിഞ്ഞിട്ട് എന്തിനാ? പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ശരി, ബൈ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. എന്ത് പറഞ്ഞവൾ? അത് ടേക്ക് ഹെയർ ബൈഡാ എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് നിന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു. ഹി മതി, വാ, നമുക്ക് ലൈബ്രറി വരെ ഒന്ന് പോകണ്ടല്ലേ. അപ്പൊ ബൈ ചേട്ടാ, പിന്നെ കാണാം. ഗൈസ്, ആ സീനിയറിന് കാത്തൂനോട് എന്തോ ഒരു ചാട്ടമില്ലേ? ഇതുവരെ കഴിഞ്ഞില്ലേ? അല്ലടി, ശരിക്കും ഗൈസ്, സംതിങ് സസ്പിഷ്യസ്. അല്ലെങ്കിൽ പിന്നെ അവളെ എപ്പോഴും നോക്കുകയും അവളോട് മാത്രമായിട്ട് ബൈ പറയുകയും എന്തോ ഇല്ലേ? തേങ്ങ കൊല വരുന്നുണ്ടേ, വാ, ഞാൻ പോകുക. എടാ, സാർ പറഞ്ഞ ബുക്ക് പോയി തപ്പ്, ഞാൻ ഇവിടെ തപ്പാം. നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഒക്കെ പോയി തപ്പ്. ശരി, എന്നാൽ നീ അവിടെ തപ്പ, ഞാൻ അവിടെ തപ്പാം. ഇതേ ബുക്ക് കിട്ടി. അല്ല, അവനെന്തേ? പറഞ്ഞ പോലെ അവനെന്തേ? വാ, പോയി നോക്കാം. എടാ, അങ്ങോട്ടൊന്ന് നോക്കിയേ. എടാ, ആ തെണ്ട് നമ്മളോട് തപ്പാൻ പറഞ്ഞിട്ട് അവൻ ഉറങ്ങുക. ഡാ സ്റ്റീവേ, ഇതൊരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല. അമ്മേ, എന്തുവാടാ തെണ്ടി? ഹേ, വാട്ട് ഈസ് ഗോയിങ് ഓൺ ദർ? അത് സർ, ബുക്ക് എടുക്കാൻ വന്നതാ. ഇങ്ങനെയോ? ഗെറ്റ് ഔട്ട്. താങ്ക് യു സർ. നിങ്ങൾ കാരണോ ഞങ്ങളോട് തപ്പാൻ പറഞ്ഞിട്ട് കിടന്നുറങ്ങിയത് പറഞ്ഞിട്ട് ഞങ്ങളുടെ വണ്ടൊക്കെ കയറുന്നു. ഞാനൊന്നും പറഞ്ഞില്ലേ. എടാ, നിന്റെ ചേട്ടനെ ക്ലാസ്സിൽ എന്നാടാ വിളിച്ചു പറഞ്ഞേ? അയ്യോ ജസ്നിച്ചേ, എന്താ അവിടെ മൂന്നും കൂടി കറങ്ങി നടക്കുന്നത്? വീട്ടിലൊന്നും പോകണ്ടേ? ഞങ്ങൾ ഇച്ചാൻ പറഞ്ഞ ബുക്ക് എടുക്കാൻ പോയതാ. എടാ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ക്യാമ്പസിൽ വെച്ചിട്ട് ഇച്ചാ എന്ന് വിളിക്കില്ലെന്ന്. കോൾ മീ സർ. ഓക്കെ സർ. അല്ല സർ, എന്നെ ഒന്ന് കൊണ്ടാക്കാവോ? വല്ല ബസ്സിനും കയറി പോടാ ചേർക്ക. നിന്റെയൊക്കെ പ്രായത്തിൽ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാ പോയിക്കൊണ്ടിരുന്നതെന്നറിയാം.
അയ്യേ താനെന്താ ഒരുമാതിരി 40-45 വയസ്സുള്ള അപ്പാപ്പന്മാരെ പോലെ സംസാരിക്കുന്നത്. ചെറുതായിട്ട് ഞാൻ ക്യാരക്ടർ വിട്ടുപോയി. അപ്പം എന്തായാലും നിങ്ങൾ കേട്ടോ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. എന്നാ ശരി. ആ നിങ്ങളെത്തിയോ? മമ്മി പൂമുഖത്തേക്കൊരു ബ്ലാക്ക് ടീയാ. ചിരിക്കാത്തട്ടാ പട്ടി. ദാ അയ്യോ ഞാൻ പോയി. ഹി 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 ഹി. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? പോയി ഫ്രഷ് ആവടാ. ഞാൻ ദേ എപ്പോഴേ പോയി. അമ്മേ കാറാതടാ, എന്റെ അച്ഛനാ. എന്തുവാ മനുഷ്യ കാണിച്ചു വെച്ചേക്കുന്നത്? അത് നിന്റെ അമ്മ തന്ന പണിയോ? എന്തിന്? എന്തുവാടെ കിടന്ന് കാറുന്നേ? എന്തുവാ അമ്മ കാണിച്ചു വെച്ചേക്കുന്നത്? ഓ അതോ എടാ, ഞങ്ങളൊരു റീൽ എടുക്കുമായിരുന്നു. നെയിം ഓഫ് ഗേൾസ് പ്രിയ രമണി അല്ലേ? അല്ലേലും എനിക്കറിയുന്നത് നിങ്ങൾക്ക് രമണിയായിട്ട് എന്തോ ഉണ്ടെന്ന്. ഇടിയതങ്ങനൊന്നല്ല. അയ്യോ എന്റെ ലൈഫ് ബ്രോയിലറായേ. നീ ഇങ്ങനെ കിടന്ന് കാറാതെ. നിങ്ങളിനി എന്നോട് മിണ്ടണ്ട മനുഷ്യ. അങ്ങനെ ഞാൻ ഇങ്ങർക്ക് പണി കൊടുത്തു. എന്നാലും അമ്മ ഇങ്ങനെയാണോ പണി കൊടുക്കുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ എത്രയും നല്ല പേരുണ്ടായിട്ടാണ് പുള്ളി ആ രമണിയുടെ പേര് വിളിച്ചത്. അമ്മയ്ക്ക് അച്ഛനെ കൊണ്ട് തൂത്ത് വരിക്കോ പാത്രം കഴിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരായിരുന്നു. ഇത്രയും വേണമായിരുന്നു. എൻ്റെ പൊന്നിടാ നടച്ച്. ഇനി എനിക്ക് അതുകൂടെ ചെയ്യാൻ വയ്യ. അത് നല്ല ഐഡിയ ആണല്ലോ. ആ എന്തായാലും നിങ്ങളെ ഈ തുണിയെല്ലാം കൂടെ എടുത്ത് മാറ്റി വെച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ പോയി ഒന്ന് കഴുകുക. അത് കഴിഞ്ഞാൽ തുണിയും കൂടെ ഒന്ന് അലക്കേക്കണേ. പിന്നെ ബാക്കിയൊക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് പറയാം. പൂർത്തിയായി. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടാ. സോറി അച്ഛ. ഇതൊക്കെ ഇപ്പൊ എവിടെ നോക്ക്? ഓ അതപ്പുറത്തെ വീട്ടിലെ സുശീലയുടെ പാത്രം. അതവിടെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചെണ്ണത്തിന് അതോടൊന്നും കഴുകി കൊടുക്കാൻ. അവർ നമുക്ക് എത്ര ഉപകാരം ചെയ്തെന്ന്. പിന്നെ പെട്ടെന്ന് തീർക്കുകയാണെങ്കിൽ അടുത്ത പണി ഉടനെ തന്നെ തരാം. തീരുമ്പോ പണി തരാൻ ഞാൻ എന്ത് പഞ്ചാബി ഹൗസിലെ രമണനും? ഇതുവരെ കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എൻ്റെ പൊന്നു മോൻ പോയി സഹായിക്കും. അയ്യോ അത് വേണമെന്നില്ല. പോയി സഹായിക്കടാ. ഞാൻ ചെയ്തോളാം. പോവച്ച. അച്ഛനതാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നു. സാരില്ലമ്മേ, വിട്ട് കളഞ്ഞേക്ക്. എന്തായാലും അവർ ഇത്രയൊക്കെ ചെയ്തല്ലേ. എന്താ നിനക്ക് വേണമെടുത്തോളൂ? വേണമില്ല. ഈ കേസ് കാരൻ അപ്പം ശരി പോയി. തെണ്ടി മുങ്ങി. നല്ല മക്കൾ. എന്താച്ചാ ഞാൻ അച്ഛനെ സഹായിക്കുന്നില്ലേ? നീ കാരണല്ലേ ഇതെല്ലാം തുടങ്ങി വെച്ചത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടല്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ രമണിയുടെ പേരെടുത്ത് വിളിച്ചത്. എൻ്റെ പൊന്നെ ഓർമ്മിപ്പിക്കില്ല. എന്താ അവിടെ പണിയൊന്നും നടക്കുന്നില്ലേ? ഒന്നുമില്ല പൂജ. അത് പാത്രം ഒന്ന് വേഗം കഴുകാൻ പറയായിരുന്നു. അയ്യോ ക്ഷീണിച്ച്. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എന്താമേ എന്തുവാടാ? അതൊന്നുമില്ല, ഒരു ദുസ്വപ്നം കണ്ടത്. പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്ക്. എൻ്റെ ദൈവമേ, ഉറങ്ങുമ്പോൾ പോലും ഈ പിശാച് എനിക്ക് സമാധാനം തരത്തില്ലല്ലോ. ഡിയർ ഡയറി, ഇന്ന് എൻ്റെ ക്രഷിൻ്റെ ഗെറ്റ് ഔട്ട് അടിച്ചു. പക്ഷേ കുഴപ്പമില്ല, അതിനെല്ലാം കൂടെ കൂട്ടി ഞാൻ ഭാവിയിൽ നല്ല പണി കൊടുക്കുന്നുണ്ട്. ലാല ഇതെന്താ സംഭവം? ഞാൻ തോന്നുന്നു. എന്തായാലും നോക്കാം. എന്താ എന്തിനാടി കിടന്ന് കാറുന്നേ? എന്തുവാടി ഹോസ്റ്റലിലാണോ ഇങ്ങനത്തെ ഓരോ തേങ്ങ കൊണ്ട് വെക്കുന്നു? അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം. കുഞ്ഞിലെ എൻ്റെ ചാച്ചനെ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. അവളുടെ ഒരു കളിപ്പാട്ടം മനുഷ്യൻ്റെ ഉള്ള ജീവനോടെ പോയി. അതായത് ഈ നേരത്ത് ഇനി ഞാൻ വാടനെങ്ങാനായിരിക്കും. അമ്മാതെ കാറിച്ചില്ലേ ഇവള് കിടന്ന് കാറ്. അതെ, ഈ വാതിലൊന്ന് തുറക്കാവോ? സൂപ്പർ. എന്തായിരുന്നു നിൻ്റെ അകത്തൊരു ഒച്ചയും ബഹളമൊക്കെ? ആദ്യം വാങ്ങാനാണെന്ന് തോന്നിയത്. ഇങ്ങനെയോ? അതേ മാം, ഭയങ്കര ജലദോഷം. എന്ത് ചെയ്യാനാ? എന്തായാലും മരുന്നൊക്കെ കഴിക്കുക. അപ്പം ഇനി വലിയ ഒച്ചയും ബഹളമൊന്നും വേണ്ട. കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ലേറ്റായി. ഓക്കെ മാം. ഗുഡ് നൈറ്റ്. തള്ളക്ക് വരാൻ കണ്ട സമയം. നീ മിണ്ടല്. നീ കാരണം പുള്ളിക്കാരി ഇങ്ങോട്ട് കയറി വന്നത്. അത് പിന്നെ ഇവിടെ ഈ കുന്തോണ്ടൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടില്ലേ? അല്ല അത് പോട്ടെ, നീ എന്തിനാ അതിൻ്റെ അകത്ത് പിടിക്കാൻ പോയത്? അതവിടെ ഇരുന്നപ്പോൾ ഒന്ന് നോക്കാനുള്ളൊരു കൗതുകം.
അവളുടെ ഒരു കൗതുകം. പോയി കിടന്നുറങ്ങടി. സാർ, ക്യാൻ വി കമിങ്?